കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിനായി വ്യാജരേഖ ഉണ്ടാക്കിയ കേസിൽ മൊഴി നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ ക്രൈംബ്രാഞ്ചിന് മുന്നിലെത്തിയില്ല. ഹാജരാകണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം വീണ്ടും നോട്ടീസ് നൽകും. രാഹുലിനെതിരായ ലൈംഗിക ചൂഷണ പരാതികളിൽ മൊഴി രേഖപ്പെടുത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അരവിന്ദിന്റെ ഫോണിൽ നിന്ന് രാഹുലിന്റെ പേര് പരാമർശിക്കുന്ന വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്നാണ് മൊഴി നൽകാൻ ക്രൈംബ്രാഞ്ച് രാഹുലിനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ രാഹുൽ എത്തിയില്ല. തനിക്ക് നോട്ടീസ് ലഭിച്ചിരുന്നില്ല എന്നാണ് രാഹുൽ നൽകുന്ന വിശദീകരണം. രാഹുലിന്റെ സൗകര്യം കൂടി കണക്കിലെടുത്ത് ഓഗസ്റ്റ് 30 ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇതിനായി നോട്ടീസ് നൽകിയിരുന്നുവെന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പുതിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുപരിപാടിയിൽ നിന്നടക്കം വിട്ടുനിൽക്കുകയാണ്. പ്രതിഷേധം കണക്കിലെടുത്താണ് തിരുവനന്തപുരത്തേക്ക് എത്താത്തതെന്നാണ് വിവരം. ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരെ 13 പരാതികളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ പരാതികളിൽ വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. രാഹുൽ മോശം സന്ദേശം അയച്ചെന്ന് വെളിപ്പെടുത്തിയ നടി റിനിയെ കണ്ട് വിവരങ്ങൾ തേടും. ഗർഭഛിദ്രത്തിന് യുവതിയെ പ്രേരിപ്പിക്കുന്ന സംഭാഷണവും പുറത്തു വന്നിരുന്നു. ഇതിൽ പരാതിയുണ്ടെങ്കിൽ കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള നടപടികൾ സ്വീകരിക്കാനും ഡിവൈഎസ്പി എൽ ഷാജിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷമാകും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യുക. മീഡിയ 1 തിരുവനന്തപുരം.